ജാതകപ്രകാരം ഈ ആളിന് കണ്ടകശനിയാണ്. ഈ കണ്ടകശനി എന്ന് പറഞ്ഞ കൊണ്ടേ പോകും. അപ്പൊ പേടിക്കണം. അതെ, അതാണ് ഞങ്ങൾ വന്നത്. പ്രതിവിധി ഉണ്ടോ? പരിഹാരമുണ്ട്. ക്ലീറ്റസ് ക്രിസ്ത്യാനി. അതെ. ഓ, മിശ്രവിഭാഗമായിരിക്കും. പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. ഇത്തിരി പ്രശ്നമാണ്. ഇയാൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി, ശത്രുസംഹാര പൂജ എന്തെങ്കിലും ചെയ്യൂ? അതിപ്പോ എങ്ങനെയാ ഈ വേറെ മതത്തിലൊക്കെ ആവുമ്പോ? ഈശ്വരവിശ്വാസം ഇച്ചിരി കുറവാ. ആളെങ്ങനെ ദേഷ്യക്കാരനാണോ? ആ, ദേഷ്യം എന്ന് പറഞ്ഞാ ആരെ കണ്ടാലും എന്തിനും എടുത്തു ചാടും. ആര് പറഞ്ഞത് ആൾ അംഗീകരിക്കില്ല. ഒരു പ്രതിവിധിയുണ്ട്. മറ്റുള്ളവരുടെ പ്രീതി നേടുക. എങ്ങനെ? അതെ, ഈ പറയും പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം. അതായത് ഭക്ഷണമായിട്ടോ വസ്ത്രമായിട്ടോ പണമായിട്ടോ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ അത്ര വലിയ ആളൊന്നല്ല. ഇപ്പൊ ഈ വസ്ത്രവും പണമൊക്കെ കൊടുക്കണമെങ്കിൽ ജമ്മിമാർക്കല്ലേ പറ്റൂ. ഇത് മൂപ്പരനെ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് അറിയാണ്ട് നടക്കുക. വേണ്ട, വസ്ത്രമായിട്ട് കൊടുക്കണ്ട, ഭക്ഷണം കൊടുത്താൽ മതി. അന്നദാനം. അത് കുഴപ്പമില്ല. അതിപ്പോ ഏതമ്പലത്തിലാ? അമ്പലത്തിൽ കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത്, തെരുവിൽ എത്രയോ ആൾക്കാരുണ്ട് ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും. അവർക്ക് 10 പേർക്ക് 10 ദിവസം ഭക്ഷണം കൊടുക്കും. അല്ല, ഇതുകൊണ്ട് ഈ ദോഷം പൂർണ്ണമായിട്ട് മാറുമോ? ദോഷം പൂർണ്ണമായിട്ട് മാറില്ല. ഇതിന് ശമനം കിട്ടും. പിന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. കൊള്ളാം. കഷ്ടമാണ് നിങ്ങളുടെയൊക്കെ കാര്യം. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 10 പേർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ശനിദോഷം മാറുന്നു. അതിന് എനിക്ക് എന്തോന്ന് ശനി ഇരിക്കണം, എനിക്ക് എന്തോന്ന് ദോഷം ഇരിക്കണം? ഇതിപ്പോ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ജോത്സ്യന്റെ കുറച്ച് ദോഷം മാറിക്കിട്ട് നല്ലപോലെ പൈസ കൊടുത്തിട്ടുണ്ടോ? എന്റെ പൊന്ന് ക്ലീറ്റോ, ഇങ്ങനെ ദൈവദോഷം തന്നെ ഇരുന്ന് പറയല്ലേ നിങ്ങള്. എടി, എന്തോ ദൈവദോഷം? പിന്നെ ഇല്ലാതെ ഇങ്ങനെ വിട്ടുതരം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ എന്ത് ചെയ്യണത്? ഇത് വീട്ടിൽ എങ്ങനെ ക്ലീറ്റോ? പിന്നെ എന്നെ കൊണ്ടവരെ പറയിക്കരുത്. നീ ഒന്ന് ക്ഷമയോടെ കേക്ക്. ക്ഷമ. എടാ, 10 അനാഥർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പറയും, പാവം നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് ആയുസ് കൊടുക്കണേ, അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണേ. ഇങ്ങനെയുള്ള പ്രാർത്ഥന മതി നിന്റെ ശനിദോഷം പോയി കിട്ടാൻ. എന്നെ നമ്മൾ കൊടുക്കണ അന്നം കഴിച്ചിട്ട് അവൻ വയറിൽ കൈ വെച്ചിട്ട് ചെയ്യാൻ പോകാൻ വിട്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. പിന്നെ അവൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോണം. ക്ലീറ്റോന് ഈ ദോഷം ഉള്ളത് കൊണ്ടാണ് ഈ തൊട്ടതിനും പിടിച്ചതിന് ദേഷ്യപ്പെട്ടതും എന്ത് കാര്യം ചെയ്താലും ശരിയാവാത്തത്. എടി, എനിക്കിപ്പോ ഇവിടെ എന്തോന്നാണ് ഒരു കുഴപ്പം? എനിക്ക് എന്താ ഇല്ലാത്തത്? ഞാന് പാർട്ടിയുടെ വിലയുണ്ട്, നിലയുണ്ട്, ജനങ്ങളുടെ ഇടയിൽ എനിക്ക് ഭയങ്കരമായ ഒരു ഇതില്ലേ. എനിക്ക് മനസമാധാനമുണ്ട്. എന്റെ അമ്മ, ഈ ലോകത്ത് ഏറ്റവും മനസമാധാനമുള്ള ആൾ ഞാനാണ്. അതെന്റെ ഉള്ളിലോട്ട് ഇറങ്ങി നോക്കണം. ക്ലീറ്റോനെ കൊണ്ട് ഈ കുടുംബത്തിനൊരു ഉപകാരം ഇല്ലാത്തത് ഇതുകൊണ്ടാണെന്നാണ് ഈ പറയണത്. ഓ, അതാണല്ലേ, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദോഷം. വരെ സംഭവിക്കും. ഇത്ര നാളൊന്നും സംഭവിച്ചില്ല, ഇനി എന്തോന്ന് സംഭവിക്കാൻ? നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് എന്താ തടസ്സം? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ കുടുംബത്തിന് ഗുണമൊന്നും ഉണ്ടാക്കണില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ ഞാൻ നാട്ടുകാർക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാടി? എടാ ക്ലീറ്റസ്, നിന്നോട് അമ്പലത്തിൽ ചെന്ന് തൊഴുകാൻ പറഞ്ഞോ? മുടിമൊട്ടടിക്കണം എന്ന് പറഞ്ഞോ? ശയനപ്രതിഷ്ഠ നടത്തണം എന്ന് പറഞ്ഞോ? ഇതൊന്നും പറഞ്ഞില്ലല്ലോ. പാവപ്പെട്ട ഒരു 10 പേർക്ക് 10 ദിവസം അന്നദാനം കൊടുക്കണം, അത്രയല്ലേ പറഞ്ഞുള്ളൂ. അന്നദാനം മഹാദാനം. ഒരു 10 ദിവസമല്ലേ കൊടുക്കണ്ടു. അത് ഇങ്ങനെ അങ്ങോട്ട് പോകും. അത് ഇങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ ഒരാളിന് ഒരു നേരം 50 രൂപ വെച്ച് ഒരു ദിവസം 10 പേർക്ക് 500 രൂപയായി. അങ്ങനെ 10 ദിവസമായപ്പോ രൂപ എത്രയായി? 1, 2 അല്ല, 5000 രൂപയാണ്. ഈ 5000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബവും സന്തോഷമായിട്ട് ഒരു മാസം തള്ളി നീക്കും. അതിനിടയ്ക്കാണ് ഞാനും എന്റെ കുടുംബം നിങ്ങൾ വേണ്ടേ കുടുംബത്ത്? ഞാൻ എവിടെ എങ്ങോട്ടെങ്കിലും പറന്നു പോകും. നിങ്ങൾ പറത്തി കൊണ്ടുപോകും അങ്ങോട്ട്. കൊണ്ടുപോയി വരട്ടെ. എടാ, ഈ ശനിദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഹാനി വരെ സംഭവിക്കുന്നു. പിന്നെ പൊന്ന് ക്ലീറ്റസേ, കണ്ടകത്ത് ശനി കൊണ്ടേ പോകുന്ന പ്രമാണം. എന്നെ കൊണ്ടുപോയി വരട്ടമ്മ. ക്ലീറ്റോന് എന്തെത്ര വാശി? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഈ പൈസ ഏതെങ്കിലും ഒരു അനാഥന് കൊടുക്കണം. എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു അനാഥനാണ്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും അതില്ലാത്ത പോലെയാണ്. നിങ്ങൾ 5000 രൂപ ഇരിക്കുന്നതാ. അത് തരൂല. അത് തരൂല. അതെങ്ങനെ തരും? കഷ്ടം. എന്ത് കഷ്ടം? നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം ചോദിക്കണേ? ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. ഇങ്ങനെ ഞാൻ വർത്താനം എൻ്റെ അടുത്ത് പറയരുത്. ചൊവ്വാദോഷം, ശനിദോഷം. ആൾക്കാർ ചൊവ്വയിൽ കാലുകുത്തി അവിടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവിടെ കുറെ ചൊവ്വാദോഷക്കാരും ശനിദോഷക്കാരും ഇങ്ങനെയുള്ള കുറെ വിട്ടിയുടെ കൂടെയാണല്ലോ കർത്താവേ ഞാൻ ജീവിക്കണത്. ഇവന്റെ ഈ എടുത്തിയാട്ടോ കോപം ഉണ്ടല്ലോ, എന്തെങ്കിലും അപകടം വരുത്തി വെക്കൂട്ടാ. ദോഷം കിടന്ന് ചുറ്റിക്കളിക്കുന്ന അതാണ് അവനെ മുൻകോപം.
ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? അതെ, നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ചെയ്യേ പറ്റൂ. ഇപ്പൊ അവൻ ദേഷ്യപ്പെടുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ഇറക്കണമെങ്കിൽ കാശ് വേണ്ടേ? വേണോ? അതില്ല, അതിന്റെയാണ്. അല്ല, കാശ് നിന്നെ കൊണ്ടാവുന്ന നീ കൊടുക്ക, എന്നെ കൊണ്ടാവുന്ന ഞാനും കൊടുക്കാം. ഇവളുടെ ഒരു കാര്യല്ലേ. ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് അവന്റെ ദോഷം മാറി നന്നാവുമെങ്കിൽ ഇപ്പൊ ഈ ചെലവിന്റെ പൈസ അത് ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് അവരുടെ കണ്ണീര് കാണാൻ വയ്യ, സത്യം ഞാൻ പറയാമല്ലോ. അതെ, മരിച്ചു പോണ പോലെയുള്ള അതെന്നതല്ല. അല്ല, നീ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ കാശ് എന്താ വെച്ചാൽ തരാം. 10 ദിവസം ഇവർക്കുള്ള ഭക്ഷണം നീ റെഡിയാക്കുക. എന്നിട്ട് അവന് പോയിട്ട് ഇത് കൊടുക്കാൻ നിർബന്ധിക്കുക. ഇനിയിപ്പൊ മടിയാണെങ്കിൽ ഞാനും കൂടെ വരാം. അത് ചെയ്യിക്കാൻ പറ്റുമോ ഉനക്ക്? അത് ശരി. ആ, അയ്യോ, എന്താ പറ്റിയത്? ഞാൻ കോടിയിൽ കയറിയില്ല, ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. ഈ ഏണി ആരും അവിടെ കൊണ്ടുവച്ച മനുഷ്യൻ ഇരിക്കുന്നിടത്ത് എന്റെ തലയും കൂടെ. പൊന്ന് ക്ലീറ്റ്, ഒരു ഏണി നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? അയ്യോ, തല പൊട്ടിയില്ലല്ലോ. തല പൊട്ടിയെങ്കിൽ സങ്കടമില്ലായിരുന്നു, ചോര പോയെങ്കിൽ. പോണോ? എണീക്കണവർന്ന് ഇതെന്തിനാ കാലി പിടിക്കണ? തലയിൽ കാലി പിടിക്കണ. എടാ, ഇത് അതൊന്നല്ല. അത് ഞാൻ പറഞ്ഞില്ല, എന്റെ നാടിന്റെ ദോഷാണ്. വഴിയിലെ പോണ വയ്യാബേലി എടുത്ത് തലയിൽ വീഴും. എനിക്ക് എന്തായാലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. മിണ്ടാതിരിക്കല. കുറച്ചു നേരം മുമ്പ് എന്തൊരു അഹങ്കാരമായിരുന്നു പറഞ്ഞ. വല്ല വിലയും കൽപ്പിച്ചോ നിങ്ങള്? ഒരുപാട് അഭിനയിക്കൊന്നും വേണ്ട, കേറി ഇങ്ങോട്ട് വാ. എണീക്കണവർന്ന് തല മുഴച്ചല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കഷ്ടകാലാണ് ഇട്ടപ്പോ. അമ്മാവ, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചാ ചെയ്ത് ഈ മനുഷ്യനെ കെട്ടിയിട്ടിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുവരും. നീ പോണോ? ഞാൻ പോണ കാര്യം ഇപ്പൊ എന്ത് കാര്യത്തിന് നല്ല വിയർക്കുന്ന നല്ലപോലെ അവൻ വിയർത്തു. ഞാൻ ഏണി കയറി പോത്തെ. ഞാൻ ഇവിടെ വന്ന് ചാടി എടുത്തപ്പോ ഏണി എന്റെ തലയിൽ കുത്തി. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതാ കാര്യം. ഓ, ദൈവത്തിന്റെ പോയിട്ട് എടാ, ഇനിയെങ്കിലും മനസ്സിലാക്ക്, കഷ്ടകാലാണ് ഇപ്പോ. ഈ പറഞ്ഞതുപോലെ ചെയ്യേ. ചെയ്യോ? ഓ, എന്ത് കുന്ത വേണേലും ചെയ്തോ. തലവേദന എടുത്തിട്ട് ഒന്ന് തടവി തോടി. പതുക്കെ പതുക്കെ വേണ്ട, നീ തിരുവണ്ട, തിരുവണ്ട. അതിനാണെങ്കിൽ വഴി കൂടി പോയാ മതി. ഇച്ചിരി സഹിക്കുക ക്ലീറ്റാ. ഏണി നിന്റെ തലയിൽ കൂടെ വീഴുമ്പോ ഏണി തലയെ കൂടെ വേണ്ടി സഹിക്കണോ? അതെ, നാളെ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങിയല്ലോ. തല ഇങ്ങനെ കറങ്ങണ പോലെ. നാളെ തന്നെ നമുക്ക് കൊണ്ടുപോകാം. കഷ്ടകാലം എല്ലാം മറുത്തിരി വെള്ളം വേണം. തല കറങ്ങണം. അഴകാ നീ ഈശ്വരനെ ഒന്ന് വിചാരിക്ക്. എന്നിട്ടേ ഇത് പ്രാർത്ഥിക്ക്. നാളെ തൊട്ടിട്ട് ഇങ്ങനെ ഞാൻ ആ വഴിപാട് ചെയ്തോളാന്ന്. ചെല്ലങ്ങട്. ഞാൻ എണീറ്റാ ചില വീഴുവോ? പിടിക്കാം, നടക്ക്. Alien versus Alien.